പക്ഷേ സാറിന്റെ ആ ഡയലോഗ് കേട്ട് ഭയങ്കര വിഷമായി. കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് ശമ്പളം കൊടുത്തു, ഒരു ബഹുമാനമില്ലാതെ അദ്ദേഹത്തെ പുറത്തിറക്കി. അത് സാരമില്ല, എനിക്ക് വലിയ സങ്കടമായി. അതൊന്നും സാരമില്ല. കാര്യം ഞാൻ അന്ന് ഞാനിത് വാർത്ത വായിക്കുമ്പോണ്ടല്ലോ, ഇത് ഇത്രയും അപകടം പിടിച്ചൊക്കെ തീരുമാനമാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു സാറിനെ യൂണിയൻകാരും അംഗീകരിക്കുന്നില്ല, കസേര എടുത്ത് മാറ്റി സാറ് പുറത്തു പോകുന്നു എന്നാ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോഴല്ലേ കാര്യം അറിയുന്നത്. KSRTC ലാഭം നഷ്ടം എന്ന് പറയുമ്പോൾ KSRTCയുടെ ഉടമസ്ഥൻ ആരാ? ഗവൺമെന്റാ. അതെ. 1% പോലും പ്രൈവറ്റിനില്ല. ഇല്ല. അപ്പൊ KSRTC നഷ്ടത്തിൽ പോയി ആരാ നഷ്ടത്തിൽ പോകുന്നത്? ഗവൺമെന്റ് നഷ്ടത്തിൽ പോകുന്നു. ഒരു ഗവൺമെന്റിന് നഷ്ടത്തിൽ പോകാൻ പറ്റുമോ? ഇനി ഒരു കാര്യം ആലോചിക്കുക. സപ്പോസ് KSRTC അങ്ങ് ഇല്ലാതായി, ഫുള്ള് നമ്മുടെ പ്രൈവറ്റ് ആയി, നടക്കാൻ പോകുന്നറിയോ? പിറ്റേ ദിവസം തൊട്ട് ഇവരങ്ങ് ആവശ്യപ്പെടും ഞങ്ങളുടെ സമരം അതോടെ ശ്വാസം നിൽക്കും അല്ലേ? അപ്പൊ എപ്പോഴും രണ്ടാമത് സംവിധാനം തിരിച്ചുകൊണ്ട് KSRTC യൂണിയൻസും പല പ്രാവശ്യം ഉണ്ടായി. ഇവരിടപെട്ട് ഇവരങ്ങ് വണ്ടി ഓടിക്കും. അപ്പൊ ഈ രണ്ട് സംവിധാനം മനസ്സിലാക്കാം. കാരണം നമ്മുടെ ജീവശ്വാസമാണ് ഈ ട്രാവലിംഗ് അല്ലേ? സപ്പോസ് എല്ലാ ട്രാവലിംഗ് ഇന്ന് പോയ സംഭവം എന്താ? അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് സംവിധാനങ്ങൾ നിൽക്കണം. ഇപ്പം ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഗവൺമെന്റ് കൊടുക്കുന്നു. ഇത് ചലത്തെ ടീ കോജയാണ് ഇനി തയ്യാറാക്കാൻ താങ്കൾ അല്ല ഞങ്ങൾക്ക്